എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇതുപോലും തന്നിട്ടില്ല, ക്ലൂ പോലും തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ചാവി വെച്ചിട്ട് 3-ാം തീയതിക്ക് മുന്നേ എത്ര വേഗം അടങ്ങി വന്നാൽ മതി, അധികം ദൂരെ പോകണ്ട. അവർ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ്. പിന്നെ സഹോദരങ്ങളടുത്തൊക്കെ അന്ന് ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്തോ പറയാൻ, എല്ലാവരോടും സ്നേഹത്തോടു കൂടിയും നല്ല, അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അവൻ പ്രിയപ്പെട്ടവനായിരുന്നു. ഇവിടെ എല്ലാവർക്കും നമുക്കുമൊക്കെ. പക്ഷെ അവൻ പെട്ടെന്ന് പോകുമെന്ന് ഞങ്ങളാരും. കഴിഞ്ഞ ദിവസമാണ് നെയ്യാർ ഡാമിൽ ദമ്പതികൾ ജീവനൊടുക്കിയ സംഭവം ഉണ്ടായത്. അതായത് ഇവർ തിരുവനന്തപുരം മുട്ടട സ്വദേശികളാണ്. അറപ്പുര ലൈനിലാണ് ഇവർ താമസിക്കുന്നത്. ശ്രീദേവ് എന്ന മകൻ 1 വർഷം മുൻപാണ് മരിച്ചത്. ഇതിൻ്റെ ആഘാതത്തിലാണ് ഇപ്പോൾ ഇവർ ഈ നെയ്യാർ ഡാമിൽ ജീവനൊടുക്കിയ ഈ സംഭവം ഉണ്ടായത്. അതിൻ്റെ ആഘാതം, വിഷമം മാറാത്തതിനെ തുടർന്നാണ് മകനെ കാണണം, മരണപ്പെട്ട് കഴിഞ്ഞാൽ മകൻ്റെ കൂടെ കഴിയാമല്ലോ എന്നുള്ള ധാരണയിലാണ് ഈ ദമ്പതികൾ ജീവനൊടുക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മകൻ്റെ മരണശേഷം ഇവരൊരു ട്രസ്റ്റ് രൂപീകരിച്ചു. ആ ട്രസ്റ്റിൻ്റെ ബോർഡാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശ്രീദേവ് സ്നേഹദേവ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ്. എന്തായാലും ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്നേഹദേവിൻ്റെ അനുജൻ്റെ ഭാര്യ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഈ മെമ്മോറിയൽ ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ്, അതാരാണ് ആശയം അങ്ങനെ പറയുന്നത്? അത് അവർ ചേട്ടനും ചേച്ചിയും തന്നെയാണ് മകൻ മരിച്ച ട്രസ്റ്റ് രൂപീകരിച്ച് അവർ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ്. പിന്നെ സഹോദരങ്ങളടുത്തൊക്കെ അന്ന് ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമുക്കാർക്കും എല്ലാവർക്കും സപ്പോർട്ടിങ് ആയിരുന്നു. അവരുടെ പുണ്യപ്രവർത്തനം അതിലൂടെ അവരുടെ മകൻ്റെ ആഗ്രഹങ്ങളെല്ലാം അതിലൂടെ സാധിക്കാൻ വേണ്ടി ചേച്ചിയും ചേട്ടനും ഇങ്ങനെ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഉദ്ഘാടനമാണ് 20-ാം തീയതി ഒരു ചെറിയൊരു ഫംഗ്ഷനോടുകൂടി നടന്നത്. അപ്പം 3-ാം തീയതി ആണ്ടിൻ്റെ അന്ന് ബാക്കി നടത്തണം എന്നൊക്കെയാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ട് പോയത്. സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ട്രസ്റ്റ്? ഇപ്പോൾ കൊടുത്തായിരുന്നു, സഹായം കൊടുത്തായിരുന്നു. 21 പേർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി അടുത്ത വർഷം 3-ാം തീയതി അടുത്ത ഇയറിൽ, അടുത്ത സെക്കൻഡ് മോൻ്റെ ആണ്ടിൻ്റെ അന്ന് ഇതിലും കൂടുതൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ട് പോയത്. അതെങ്ങനെയാണ് പിന്നെ തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് അർഹതപ്പെട്ടത്? അതെല്ലാം ട്രസ്റ്റിൻ്റെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് അതിൻ്റെ എല്ലാം ആ ബോർഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതും. പിന്നെ മോന് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പൂച്ചകളെയൊക്കെ നോക്കിയപ്പം അങ്ങനെ അങ്ങനെ മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ബോർഡിൽ വെച്ചിട്ടുണ്ട്. ഈ ട്രസ്റ്റ് നടത്തിപ്പോയി ബന്ധപ്പെട്ട് ഈ ചേട്ടന്മാരോട് അനിയന്മാരോടൊക്കെ സംസാരിച്ചിരുന്നു? സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും, ചേച്ചിയും ചേട്ടനും വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലാർക്കും അവരുടെ ഇഷ്ടം, അവരുടെ ആഗ്രഹത്തിനൊത്ത് അനിയന്മാർ നിൽക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആർക്കും അങ്ങനെ ഇതൊന്നുമില്ല. ട്രസ്റ്റ് അവർ സന്തോഷമേ ഉള്ളായിരുന്നു ട്രസ്റ്റ് നടത്തുന്നതിൽ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ട്രസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നു ആരുടെങ്കിലും ഒന്ന്? ട്രസ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ ഇങ്ങനെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ നടത്തുന്ന എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും പോവുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു അനുജന് കാറ് കൊണ്ടുതരാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ എന്താണ് സംഭവം? ചാവി, വീടിൻ്റെ ചാവി, എൻ്റെ ഹസ്ബൻഡാണ് റെയിൽവേയിൽ. അപ്പം ചേട്ടൻ്റെ അടുത്ത് ഓഫീസിൽ പോയിട്ട് വീടിൻ്റെ ചാവി ഒന്ന് വെച്ചേക്ക്, ഞങ്ങൾ ചിലപ്പോൾ 3-ാം തീയതി എത്തിയില്ലെങ്കിലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് അത് വേണ്ട, നിങ്ങൾ തന്നെ വെച്ചേക്ക്, ഇനി ദിവസം ഉണ്ടല്ലോ, എത്രയും വേഗം നിങ്ങൾ മടങ്ങി വാ, ഇവിടെ അടുത്തൂടെ പോയാൽ മതി, പെട്ടെന്ന് മടങ്ങി വന്നാൽ മതി. ചാവി വെച്ചിരുന്നാൽ പിന്നെ നീണ്ടുപോകും നിങ്ങൾ യാത്ര. അതുകൊണ്ട് നിങ്ങൾ ചാവി വെച്ചിട്ട് 3-ാം തീയതിക്ക് മുന്നേ എത്രയും വേഗം അടങ്ങി വന്നാൽ മതി, അധികം ദൂരെ പോകണ്ട എന്ന് പറഞ്ഞു. അതിനാണ് ചാവി, കാറിൻ്റെ ചാവി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അത് വീടിൻ്റെ ചാവി കൊടുക്കാനാണ് നോക്കിയത്. ട്രസ്റ്റിൻ്റെ മേൽനോട്ട ചുമതലകളൊക്കെ ഇനി ആർക്കും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടാണ്? ബൈലോയിലാണ്, ബൈലോയിൽ എഴുതി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇനി ചേട്ടന്മാരൊക്കെ വന്നാലേ നമുക്ക് അത്ര ഇതായിട്ട് അറിയില്ല. എന്തായാലും ട്രസ്റ്റ് രൂപീകരിച്ചു. ട്രസ്റ്റിൻ്റെ പേരിൽ അവർ ഫസ്റ്റ് ഫംഗ്ഷൻ കഴിയുകയും ചെയ്തു. 20-ാം തീയതി 4 മണിക്ക് നടത്തുകയും ചെയ്തു. അപ്പം ഇനി ബാക്കി അതിൻ്റെ എന്താണെന്നുള്ളത് ചേട്ടന്മാർ വന്നാലേ അറിയാൻ പറ്റും. ഈ അപ്പു എങ്ങനെയായിരുന്നു? അപ്പു നല്ലൊരു കുട്ടിയാണ്, സൈലൻ്റാണ്. അവൻ എന്തോ പറയാൻ, എല്ലാവരോടും സ്നേഹത്തോടു കൂടിയും നല്ല, അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അവൻ പ്രിയപ്പെട്ടവനായിരുന്നു. ഇവിടെ എല്ലാവർക്കും നമുക്കുമൊക്കെ.
പക്ഷെ അവൻ പെട്ടെന്ന് പോകുമെന്ന് ഞങ്ങളാരും അറിഞ്ഞില്ല. പെട്ടെന്നൊരു രാത്രി പോകുന്നു, രാവിലെ മരിച്ചെന്നുള്ള വാർത്തയാണ് ഞങ്ങൾ അറിയുന്നത്. അത് ശരിക്കും ഞങ്ങളെ കുടുംബത്തിന് ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ മകനാണോ? അല്ല ആദ്യമേ ഉണ്ട മകനാണ്. അങ്ങനെ ഒരുപാട് ഇതല്ല, ആദ്യത്തെ ഒരു മകനേ ഉള്ളൂ. 21 വയസ്സാണ് ആയത്. അമ്മയും അച്ഛനും അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റുള്ള മകനാണ്. ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീകലയും സ്നേഹതയും എന്തൊക്കെയായിരുന്നു ഷെയർ ചെയ്തിരുന്നത്? ട്രസ്റ്റ് എല്ലാ മാസവും എല്ലാ വർഷവും 3-ാം തീയതി കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ഒരു 20 പേഴ്സൺസിന് വേണ്ടുന്ന സഹായം എത്ര എമൗണ്ടെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 20 പേർക്ക്, നിർധനരായ 20 പേർക്ക് കൊടുക്കണമെന്ന് എല്ലാ വർഷവും ഫെബ്രുവരി 3-ാം തീയതി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഈ അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ 3-ാം തീയതി പോയി നടത്തേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇവർ ഒരാഴ്ച മുന്നേ 20 പേരെ വിളിച്ചിട്ട് ഒരു ഫംഗ്ഷൻ പോലെ നടത്തി 2000 വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പാവട്ട് ആൾക്കാർക്ക്. ഞങ്ങൾ പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും സൂചന? ഒരു സൂചനയും തന്നിട്ടില്ല. അമ്പലത്തോറും പോവുകയാണ്. ലാസ്റ്റ് ഒരു 2 ദിവസത്തിന് മുമ്പ് എന്നെ കണ്ടിരുന്നു വന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അമ്പലത്തോറും തീർത്ഥാടനത്തിന് പോവുകയാണ്, അപ്പോൾ എപ്പോഴും വരുമോയെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഈ 3-ാം തീയതി നിങ്ങൾ ഇവിടെ ഉണ്ടാവണം, എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇതുപോലും തന്നിട്ടില്ല, ക്ലൂ പോലും തന്നിട്ടില്ല. നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? ആത്മബന്ധം? എൻ്റെ ചേട്ടനാണ്, അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. ഇങ്ങനെ ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.